ഇറാനിൽ യുദ്ധം നടത്തുന്നതിന്റെ അപകട സാധ്യതകളെക്കുറിച്ച് താൻ നേരത്തെ തന്നെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി നെതന്യാഹു ഒരു TV അഭിമുഖത്തിൽ പറഞ്ഞു. താൻ തുടക്കം മുതലേ ഈ യുദ്ധത്തിന്റെ ഗൗരവത്തെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചും ബോധവാനായിരുന്നു എന്നാണ് നെതന്യാഹു അവകാശപ്പെടുന്നത്. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഒരു സൈനിക നീക്കം നടത്തിയാൽ ഇറാന്റെ ഇപ്പോഴത്തെ ഭരണകൂടത്തെ താഴെയിറക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ട്രംപിനോട് ഉറപ്പിച്ചു പറഞ്ഞതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഇക്കാര്യം നെതന്യാഹു നിഷേധിച്ചു. യുദ്ധം ചെയ്യാതിരിക്കുന്നതാണ് കൂടുതൽ അപകടകരമെന്ന് താൻ വാദിച്ചതായും സൈനിക നടപടിയിലെ അനിശ്ചിതത്വത്തെക്കുറിച്ച് ട്രംപിനെ ബോധിപ്പിച്ചിരുന്നതായും നെതന്യാഹു പറയുന്നു. ഡൊണാൾഡ് ട്രംപുമായുള്ള ചർച്ചകളിൽ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി നിശ്ചയിച്ച പോലെ നടക്കില്ലെന്ന ബോധ്യം തുടക്കം മുതലേ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാനെ പരാജയപ്പെടുത്തുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണെന്ന് താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നും നെതന്യാഹു വ്യക്തമാക്കുന്നുണ്ട്. ആക്രമണം നടത്തുന്നതിൽ അപകടമുണ്ട് എന്നത് ശരിയാണ്, എന്നാൽ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത് അതിനേക്കാൾ വലിയ അപകടമാണ് വരുത്തിവെക്കുക എന്നും ഈ അഭിമുഖത്തിൽ നെതന്യാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. ഹോർമുസ് പാത അടച്ചുപൂട്ടാനുള്ള ഇറാന്റെ സാധ്യതകളും അവിടെ ഇസ്രായേലിന്റെ നിലപാടും അഭിമുഖത്തിൽ പ്രധാന വിഷയമായി. ഇറാനെതിരെയുള്ള ആക്രമണം വൻ വിജയം നൽകുമെന്നും ഹോർമുസ് കടലിടുക്കിൽ ഇറാനിയൻ നിയന്ത്രണം അവസാനിക്കുമെന്നും നെതന്യാഹു സംഘവും വിശ്വസിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. എന്നാൽ യുദ്ധം പുരോഗമിക്കവേ ഹോർമുസ് കടലിടുക്കിന്റെ പ്രാധാന്യം ലോകത്തിന് ബോധ്യപ്പെട്ടതായി നെതന്യാഹു ഇപ്പോൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ ആർക്കും പൂർണ്ണമായി ദീർഘവീക്ഷണമില്ല എന്നായിരുന്നു നെതന്യാഹുവിന്റെ മറുപടി.